പത്തനംതിട്ട റീന കൊലക്കേസിൽ പ്രതിയായ ഭർത്താവ് മനോജിന് ജീവപര്യന്തം കഠിന തടവ്, 2 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും ഇത് സാക്ഷികളായ മക്കൾക്ക് നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് GP ജയകൃഷ്ണനാണ് ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി ശ്രീകുമാരനുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീജിത്ത്, മക്കളുടെ മുന്നിൽ നിന്നുള്ള ഒരു അതിക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു, അതിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു, ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. 2014 ഡിസംബർ 28 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഭാര്യയെ നിരന്തരം സംശയമുള്ള ഈ പറയുന്ന മനോജ്, റാന്നി സ്വദേശിയാണ് മനോജ് കല്ലുകൊണ്ട് ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. അത് തലക്കടിച്ചു. അതിനുശേഷം മരിക്കാതിരുന്ന സമയത്ത് ഹാമർ കൊണ്ട് തലക്കടിച്ചു. ശേഷം ഓട്ടോയിൽ വീണ്ടും മരണം ഉറപ്പിക്കാൻ വേണ്ടി ഓട്ടോയിൽ തലയടിച്ച് റീനയെ കൊലപ്പെടുത്തി. റീനയ്ക്ക് 35 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇത് കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികൾ 2 മക്കളായിരുന്നു. 15ഉം 14ഉം വയസ്സായ 2 ആൺമക്കളായിരുന്നു സാക്ഷികൾ. ഈ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ 164 നൽകിയിരുന്നത് അച്ഛനെ കണ്ടിരുന്നില്ല എന്നായിരുന്നു. പിന്നീട് പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലിനും അതുപോലെ തന്നെ മൊഴി ഒക്കെ പിന്നീട് പ്രോസിക്യൂഷൻ അനുകൂലമായി ഈ 2 കുട്ടികളും നൽകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഈ പ്രതി ഈ കുട്ടികളെയും അതുപോലെ തന്നെ ഈ റീനയുടെ അമ്മയും ഈ കേസിലൊരു സാക്ഷിയായിരുന്നു. പിന്നീട് അവർ മരണപ്പെട്ടു. എന്തായാലും ഇവരെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും മനോജിൻ്റെ ഈ കുട്ടികളുടെ മൊഴി 15ഉം 14 വയസ്സായ 2 ആൺകുട്ടികളുടെ മൊഴിയാണ് കേസ് ഇത്ര കണ്ട് ശക്തമാകാനുള്ള കാരണമുണ്ടായത്. എന്തായാലും അഭിഭാഷകൻ്റെ അടക്കം പ്രോസിക്യൂട്ടർ അടക്കം കൃത്യമായ രീതിയിൽ അവരടക്കം പറയുന്നത് ഇതിൽ ജീവപര്യന്തം തടവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജീവപര്യന്തത്തിന് കൂടാതെ 2 ലക്ഷം രൂപ പിഴയൊടുക്കണം. കൂടാതെ ഈ കഴുത്തിൽ നിന്ന് മാലയും താലിയും എടുത്തു കൊണ്ടുപോയിരുന്നു. റീനയുടെ മൃതദേഹത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിരുന്നു. ആ മാലയും താലിയും അപ്പീൽ നൽകുന്ന കാലാവധി പരിധിയിൽ തന്നെ ഈ മക്കൾക്ക് തിരികെ നൽകണം. ഈ 2 ലക്ഷം രൂപയും മക്കൾക്കാണ് അവകാശപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും പ്രതിയെ പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്ന് നാടിന് നടുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു. പ്രതി യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ ആ സമയത്ത് വലിയ ചർച്ച ചെയ്ത വാർത്തകളിൽ ഒന്ന് തന്നെയാണിത്. പക്ഷേ ഇതിൽ ഈ കുട്ടികൾക്ക് 2 ലക്ഷം രൂപ നൽകണം എന്ന് പറയുന്നു. അത് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ആ കുട്ടികളുടെ ഒരു പ്രതികരണം ഇതിൽ ലഭിച്ചിരുന്നോ? ഈ മനോജിന് ജീവപര്യന്തം ശിക്ഷ നൽകിയപ്പോൾ കുട്ടികളുടെ ഒരു പ്രതികരണം അത് ലഭിച്ചിട്ടുണ്ടോ നമുക്ക്? കാരണം മറ്റൊന്നുമല്ല, ഒരേ സമയം തന്നെ അച്ഛനെയും അമ്മയെയുമാണ് കുട്ടികൾക്ക് ഒരർത്ഥത്തിൽ നഷ്ടമാകുന്നത്. വല്ലാത്തൊരു ട്രോമയിലാണ് ഇവർ ജീവിക്കുന്നത്. അച്ഛൻ തന്നെ ഇങ്ങനെ കാരണക്കാരനാകുന്നു അമ്മയുടെ മരണത്തിന് എന്ന് വരുമ്പോൾ ആ കുട്ടികളുടെ ഒരു ട്രോമ, അത് ജീവിതകാലം മുഴുവനും അതുമായി ജീവിക്കേണ്ട ആ കുട്ടികൾ, ആ ഭാഗത്തു നിന്ന് ആ കുടുംബത്തിൻ്റെ ആരുടെയെങ്കിലും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും കോടതിയിൽ എത്തിയിരുന്നു? വളരെ വിഷമത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ. ആ കുട്ടികൾ ഇന്ന് പൂർണ്ണമായ അനാഥരാണ്. അവർക്കൊരു തുണ്ട് ഭൂമിയില്ല. അതിൽ മൂത്ത മകൻ ഇപ്പോൾ ഏതാണ്ട് 25, അന്ന് 15 വയസ്സാണെങ്കിൽ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് 25 വയസ്സ് പ്രായമുണ്ടാവും. മറ്റ് ചെറിയ മകന് 24 വയസ്സ് പ്രായം കാണും. മൂത്ത മകനൊരു ഡ്രൈവറായി ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ ഒരു ഹോം നേഴ്സ് ആയി മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ഒരു വീട്ടിലൊക്കെ ജോലി ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കിയത്. ഈ കുട്ടികളുമായി പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരികൃഷ്ണ പ്രസാദ് അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ കുട്ടികൾ പറഞ്ഞത് ഒരു കാരണവശാലും തങ്ങൾ അച്ഛൻ്റെ മുഖം കാണാൻ തങ്ങൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം ആദ്യഘട്ടത്തിൽ ഇനി അച്ഛനെ നഷ്ടപ്പെടേണ്ടതില്ലല്ലോ എന്ന് കരുതി മൊഴി അനുകൂലമായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് കൃത്യമായ രീതിയിൽ തന്നെ അച്ഛൻ ആ വീട്ടിൽ നിന്ന് വന്ന് ഇറക്കി വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ മൊഴി മാറ്റി കൃത്യമായ രീതിയിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി പറഞ്ഞു. അമ്മമ്മയും സമാനമായ രീതിയിൽ മൊഴി പറഞ്ഞിരുന്നു. പക്ഷേ ഈ റീനയുടെ അമ്മ ഈ കേസിൻ്റെ കാലാവധി, അതായത് വിചാരണ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മരിച്ചിരുന്നു. എന്തായാലും ഈ കുട്ടികളുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അവരിപ്പോൾ മറ്റെവിടെയാണ് ഉള്ളത്. പക്ഷേ പ്രോസിക്യൂട്ടറും പോലീസും അടക്കം ബന്ധപ്പെട്ടതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തറാണ്. ആ കേസ് അന്ന് അന്വേഷിച്ചത്. അന്ന് റാന്നി CI ആയിരുന്നു. കൃത്യമായ രീതിയിലാണ് കേസ് അന്വേഷണം നടത്തിയത്. മികച്ച രീതിയിൽ തന്നെ ആ കേസ് എഴുതിയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ പോലീസിന് പെട്ടെന്ന് തന്നെ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതെന്നാണ്. ശ്രീകുമാരനാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്.